സർവശക്തനായ ദൈവത്തിന് മഹത്വം കരേറ്റാം. ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സ്വർഗത്തിൽ നിന്ന് സന്തോഷവും സ്നേഹവും ക്രിസ്തുമസിൻ്റെതായ സമാധാനവും ദൈവം കൽപ്പിച്ചു തരുമാറാകട്ടെ. ഇന്ന് ഈ ദിവസത്തിൽ ഇവിടെ വരുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കി. ജെയിംസ് ടുക്കളാച്ചൻ പറഞ്ഞു, ക്രിസ്തുമസ് സന്ദേശം കൊടുക്കുവാനായിട്ട് എന്നെയാണ് ദൈവം അച്ഛനെ കൂടി പറയാനായിട്ട് ഒരുക്കിയത്. അതിനൊരു കാരണമുണ്ട്. അച്ഛൻ പറയുന്നതിന് ഒരാഴ്ച മുന്നേ ഞാൻ ഈ ക്രിസ്മസ് സന്ദേശമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടും ഒക്കെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ഒരു ചിന്ത പോയി, ഇത്രയും നാളായിട്ടും എനിക്കൊരു ക്രിസ്മസ് സന്ദേശം ഇതുവരെ പറയാനൊരു അവസരം കിട്ടിയില്ലല്ലോ എന്ന് അപ്പച്ചനോട് ഞാനിങ്ങനെ പറഞ്ഞു. യേശു അപ്പച്ചനോട് ഇതുവരെയും ഇങ്ങനൊരു അവസരം എനിക്ക് കിട്ടിയില്ലല്ലോ. എന്നാൽ ദൈവം ഇത് എനിക്കായിട്ട് ഒരുക്കി തന്നു. അതിന് അച്ഛനോടുള്ള ഏറെ സന്തോഷവും നന്ദിയും പറയുന്നു. അതുപോലെ തന്നെ ദൈവത്തോട് ആയിരം കൊടാനുകൂടി സ്തോത്രം അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ജെയിംസ് ടുക്കള അച്ഛൻ്റെ പ്രാർത്ഥനാ ജീവിതവും അതുപോലെയുള്ള ആ സ്വർഗീയ സമർപ്പണവും ഒക്കെ ഈ സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവം തന്ന ഒരു ക്രിസ്തുമസ് മെസ്സേജിലേക്ക് നമുക്കായിട്ട് എനിക്കായിട്ട് എന്നോട് സംസാരിച്ചു നിങ്ങളോട് സംസാരിക്കാനുള്ള ദൈവത്തിൻ്റെ ദൂത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് തിരഞ്ഞെടുത്ത വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യം, അതുപോലെ യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-15 വാക്യങ്ങൾ. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവനെ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും അതിലേറെ കരുതുകയും ചെയ്യുന്നയാണ് സ്വർഗസ്ഥ പിതാവായ ഞങ്ങളെല്ലാവരും ചേർന്ന് നിന്റെ സന്നിധാനത്തിൽ വരുവാൻ തന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. കോവിഡ് എന്ന മഹാമാരിയിൽ മധ്യത്തിൽ കൂടെ താങ്ങി നടത്തിയ ഒരു ദൈവകൃപ ഈ വർഷം ക്രിസ്മസ് കൊണ്ടാടുവാൻ തക്കവണ്ണം പള്ളിയിൽ എല്ലാവരും ആഗതരായി ഇരുപ്പാൻ തക്കവണ്ണം ദൈവം തന്ന കൃപയ്ക്കായിട്ട് ഒരിക്കൽ കൂടി സ്തോത്രം അർപ്പിക്കുന്നു. ഇന്ന് ദൈവമേ ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് ദൈവം ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ സംസാരിക്കുന്ന വചനം ദൂത ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിച്ചുകൊണ്ട് അത് കർത്താവെ 30, 60, 100 മേനി ഒരു ഫലം കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ആയി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മോടുകൂടെ ഇതാ ക്രിസ്തുമസ് വീണ്ടും ആഗതമായിരിക്കുന്നു. വചനമായിരുന്നവൻ ജഡമായി നമ്മോടുകൂടെ വന്നു പാർത്ത ഒരു പുണ്യദിനം. ഒരു രാജാവിന് വേണ്ടി ജനം ആശയോടെ കാത്തിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ ഒരു കൂട്ടം ജനങ്ങൾ തങ്ങളുടെ സകല ബന്ധനങ്ങളിൽ നിന്നും തങ്ങളെ വിടുവിക്കുവാനായിട്ട് ഒരു രക്ഷകന് വേണ്ടിയുള്ള ദീർഘകാല കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കും ശേഷം അതിനൊരു ഉത്തരമായിട്ട് ഇതാ മെസ്സിഹ ആഗതനാകുകയാണ്. മെസ്സിഹയെ കാത്തിരുന്ന ജനങ്ങൾ മെസ്സിഹ ആഗതനായപ്പോൾ ആ പുണ്യപൈതൽ എത്തിയപ്പോൾ ആ പുണ്യപൈതലിനെ സ്വീകരിക്കുവാൻ തയ്യാറായില്ല. വളരെ കൈപ്പേറിയ ഒരു തിരസ്കാരത്തിന് ആ പുണ്യപൈതൽ ഇരയായി. അവന് ജനിക്കാൻ എങ്ങും ഇടം കിട്ടിയില്ല. അവന് വേണ്ടി പാടുവാൻ ആരും ഉണ്ടായിരുന്നില്ല. സത്രക്കാരന് പോലും അവനെ തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല. ബേത്ലഹേം നിവാസികൾക്കും ദേവാലയ അധികൃതർക്കും അവനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. എന്നാൽ ദൈവം ഒരുക്കിയവർ അവിടെ വന്നു, അവനെ കണ്ടു, നിക്ഷേപങ്ങൾ കാഴ്ചവെച്ചു, പൊന്നും നൂരും കുന്തിരിക്കവും കാഴ്ചവെച്ചു. അങ്ങനെ പൈതലിനെ കുമ്പിട്ട് നമസ്കരിച്ചു. ഇന്നിൻ്റെ ഈ കാലഘട്ടം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ന് യേശുവിനെ കണ്ടെത്തി യേശുവിനെ തിരിച്ചറിയുവാൻ ഇന്നിൻ്റെ മനുഷ്യ സമൂഹത്തിന് ഇടയായെങ്കിൽ അവന്റെ മുമ്പിൽ തങ്ങളുടെ കാഴ്ചകളെ മാത്രമല്ല തങ്ങളെ തന്നെ അർപ്പിക്കുവാൻ മനസ്സായെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ശിഷ്ടായുസ് ധന്യമായി തീർന്നേനമായിരുന്നു. നമുക്കറിയാം ഇപ്പോഴുള്ള ഈ കാലഘട്ടം
ദൈവസ്നേഹം തണുത്തു പോകുന്ന ഒരു കാലഘട്ടം, അധർമ്മം പെരുകുന്ന ഒരു കാലം. അതുപോലെ ധാർമ്മിക രാഷ്ട്രീയ മേഖലകളിൽ സംഘർഷങ്ങളുടെയും അസ്വസ്ഥതകളുടെയും അതുപോലെ കോവിഡ് എന്ന മഹാമാരിയുടെയും ഇടയിൽ പല സ്ഥലങ്ങളിലും പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും നടക്കുമ്പോൾ ശക്തീകരിക്കുന്ന ഒരാത്മാവായി, ധൈര്യപ്പെടുത്തുന്ന ഒരാത്മാവായി, നല്ല ഒരു വഴി നടത്തുന്ന ഒരു വഴികാട്ടിയായി, സമാധാനദായകനായി, ആശ്വാസപ്രദനായി എപ്പോഴും മനുഷ്യവർഗവുമായി ഏകീകരിക്കുവാൻ ദൈവം നൽകിയ ക്രിസ്മസിന്റെ ഒരു വലിയ സമ്മാനമാണ് യേശു ക്രിസ്തു. നമ്മുടെ ഇടയിൽ നമ്മെ പോലെ ഒരുവനായി ജീവിച്ചത്, കാൽവരി കുരിശിൽ പരമയാഗമായി തീർന്ന് കഷ്ടത അനുഭവിച്ച്, പീഡനം അനുഭവിച്ച്, പങ്കപാടേറ്റ് കുരിശിന്റെ ശ്വാസം മുട്ടി പിടഞ്ഞ് എഞ്ചിച്ചായിട്ട് മരിച്ചു. സ്വന്തം ജീവിതം നമുക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ്. അപ്രകാരം സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി വെടിഞ്ഞ് രക്തം മുഴുവൻ ഉഞ്ഞി തന്ന് നമ്മളെ വീണ്ടെടുത്ത് രക്ഷ ചെയ്യുക. ആ യേശു ക്രിസ്തുവിന്റെ ജനനം ഓർക്കുമ്പോൾ, ശൈശവം ഓർക്കുമ്പോൾ, ബാല്യം, ബഹുമാനം, യൗവനം, യുവത്വം ഇതൊക്കെ ഓർക്കുമ്പോൾ 33-ാമത്തെ വയസ്സ് നമുക്ക് വേണ്ടി ഈ പങ്കപാടുകളെല്ലാം ഏറ്റ് കാൽവരി കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് ഇരുന്നവൻ, അവസാനമില്ലാത്ത രാജ്യത്വമുള്ളവൻ, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭവത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനായ യേശു ക്രിസ്തു. അവനാണ് നമ്മുടെ ഇടയിൽ നമ്മളെ പോലെ ഒരുവനായി ജീവിച്ചവനാണ്. ദരിദ്രർക്ക്, പീഡിതർക്ക്, മർദ്ദിതർക്ക്, ദുഃഖിതർക്ക്, രോഗികൾക്ക് എല്ലാവർക്കും ആശ നൽകി അവരോടൊപ്പം അവരെ പോലെ ഒരുവനായി ജീവിച്ച യേശു കർത്താവ് ലോകത്തിന്റെ ഏക പ്രത്യാശയായവനാണ്. വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തു, ലോകരക്ഷകൻ, ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊടിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവനാണ് നമ്മുടെ ഇടയിൽ ഒരുവനായി നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ഇടയിൽ വന്നു പറഞ്ഞ യേശു കർത്താവ്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ ഒരു തിരസ്കാരത്തിന്റെ അനുഭവം ഉണ്ടായി. എന്നാൽ ദൈവം ഒരുക്കിയവർ അവനെ സ്വീകരിച്ചു. ആരൊക്കെയാണ് ദൈവം വിളിച്ചു കൂട്ടി വരുത്തിയവർ? നമുക്കറിയാം. ആട്ടിടയന്മാർ, വിദ്വാൻമാർ, അതുപോലെ തന്നെ ദൈവാലയത്തിൽ മുഴുവൻ സമയവും പ്രാർത്ഥനയ്ക്കായി ചെലവഴിച്ച ശിമോനും ഹന്നായും, ഇവരൊക്കെ ആയിരുന്നു യേശുക്രിസ്തുവിനെ അകമഴിഞ്ഞ് സ്നേഹിച്ചവരും സ്വീകരിച്ചവരും. ഇവരുടെയൊക്കെ ജീവിത രീതികൾ പരിശോധിച്ചാൽ ആട്ടിടയന്മാർ ആടുകളെ പരിപാലിക്കാനായി രാവും പകലും ഒരുപോലെ, മഴയെന്നില്ല, വെയിലെന്നില്ല, തണുപ്പെന്നില്ല, ചൂടെന്നില്ല, രാത്രിയെന്നില്ല, പകലെന്നില്ല, ഒരുപോലെ കഠിനാധ്വാനം ചെയ്ത് ആടുകളുടെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്നു. അതുപോലെ വിദ്വാൻമാർ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്നവർ പുതിയ അറിവുകൾ നേടുന്നു. ശിമോനെ ഹന്നായെ നമുക്കറിയാം, എപ്പോഴും ദൈവാലയത്തിൽ കഴിഞ്ഞു പ്രാർത്ഥനയാലും ഉപവാസത്താലും ഒക്കെ ദൈവാലയത്തിൽ ചിലവഴിച്ചു. സ്വന്തം ജീവിത സുഖങ്ങളെക്കാളും അവരുടെ ജീവിത സമർപ്പണവും ഉത്തരവാദിത്തങ്ങളെയും വിലമതിച്ചവരായിരുന്നു അവരൊക്കെ. ആഹാരവർജനം, നിദ്രാസുഖ വർജനം, സുഖ സൗകര്യത്തിന്റെ വർജനം, ഇവയിൽ ജീവിത സമർപ്പണം ചെയ്തവരായിരുന്നു അവർ. ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചു. എന്നാൽ വിദ്വാൻമാർ യെരൂശലേമിലെത്തിയപ്പോൾ ദൈവിക വെളിപ്പാട് ഉപേക്ഷിച്ച് സ്വന്തം യുക്തിക്ക് അനുസരിച്ച് അവർ പ്രവർത്തിച്ചു. രാജാവായി ജനിച്ച ആൾ കൊട്ടാരത്തിലായിരിക്കും എന്ന് ചിന്തിച്ച് അവർ കൊട്ടാരത്തിലേക്ക് പോയി. ഒരു രാജകുമാരൻ തനിക്കെതിരായി ജനിച്ചിരിക്കുന്നുവെന്ന് ഹെരോദാവിന് അറിവ് കിട്ടിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? നിർദോഷികളായ അനേകം കുഞ്ഞുങ്ങളെ, 2 വയസ്സിന് താഴെയുള്ള അനേകം കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി. അതുകൊണ്ട് എന്താ, അന്ന് രാത്രി തന്നെ യോസഫും മറിയയും ശിശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോകേണ്ടതായി വന്നു. വിദ്വാൻമാരോട് നക്ഷത്ര ശാസ്ത്രത്തിലൂടെയൊക്കെയും ദൈവം സംസാരിച്ചു. അതുപോലെ നമ്മോടും എത്ര തവണ ദൈവം സംസാരിച്ചിട്ടുണ്ട്. ഒരു ആന്തരിക ശബ്ദം എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. മറ്റുള്ളവരുടെ അനുഭവ സാക്ഷ്യമൊക്കെയും കേൾക്കുമ്പോഴും
തിരുവചനത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേൾക്കുമ്പോഴും തിരുവചനം പ്രഘോഷിക്കപ്പെടുമ്പോഴും ഒക്കെ ദൈവം നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മെ ബുദ്ധിമുട്ടിച്ചപ്പോഴും പ്രയാസങ്ങളിലൂടെ നാം കടന്നുപോയപ്പോഴും നാം കണ്ണുനീർ പൊഴിച്ചപ്പോഴും ദൈവം നമ്മോട് ഇടപെട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിത സാഹചര്യം എന്തായിരുന്നാലും ഏതായിരുന്നാലും അതിലിറങ്ങി വന്ന് നമ്മെ സഹായിക്കുന്ന ദൈവം ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം. അവന് ഇന്നും ജീവിക്കുന്നു. മകനെ മകളെ എന്ന് വിളിച്ച് തന്റെ മാറോട് ചേർത്തണച്ച് കണ്ണുനീർ തുറച്ച് ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തിയ ദൈവം അവനാണ് ഇമ്മാനുവേൽ. ഇതാ ദൈവം നമ്മോടുകൂടെ നാം ദൈവത്തോടുകൂടെ ആയിരിക്കുന്ന ഒരവസ്ഥ. അതാണ് നമ്മിൽ ഒരുപാടുണ്ട്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിലെ ഒരു അനുഭവം. ഭൂമിയിലെ ഒരു കൂട്ടം ആട്ടിടയന്മാരോടാണ് യേശുവിന്റെ ജനത്തെക്കുറിച്ച് സ്വർഗത്തിലെ ദൂതന്മാർ ആദ്യമായി അറിയിച്ചത്. എന്തായിരുന്നു ആ സദ്വാർത്ത? ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ള അടയാളമോ ശീലങ്ങൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന്. ആ രാത്രി തന്നെ അവർ ബേത്ലഹേമിലേക്ക് പുറപ്പെട്ടത് ക്രിസ്തു എന്ന രക്ഷിതാവിനെ കാണുവാനായി. അവർ യേശുവിനെ കണ്ടെത്തി കാഴ്ചകൾ അർപ്പിച്ചു. ഇതുപോലെ അനേകം ക്രിസ്തുമസുകൾ നമ്മളും ആഘോഷിച്ചു. ഒത്തിരി കലാപരിപാടികൾ നമ്മൾ അവതരിപ്പിച്ചു. ഒത്തിരി കലാപരിപാടികൾ കാണുവാൻ നമുക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഈ പള്ളിയിൽ ഇത്രയും പ്രതികൂലത്തിന്റെ നടുവിലും എല്ലാ കുഞ്ഞുങ്ങളെയും കൂട്ടി വരുത്തി അച്ഛൻ എല്ലാവരെയും ഒറ്റ നേതൃത്വം നൽകി നല്ല പാട്ടുകൾ കൊയറുകൾ പാടുവാൻ, അതുപോലെ തന്നെ UNSMക്കാർ സൺഡേ സ്കൂളുകാർ നല്ല നല്ല പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ, അതൊക്കെ കാണുവാനും ഒക്കെ നമുക്ക് ഇടയാകും. എന്നാൽ നമ്മൾ ഒത്തിരി ക്രിസ്മസ് മെസ്സേജസ് കേട്ടിട്ടുണ്ട്, നമ്മൾ ഒത്തിരി ക്രിസ്മസ് പ്രോഗ്രാമുകളും കണ്ടിട്ടുള്ളവരാണ്. എന്നാൽ യേശുവിനെ കണ്ടെത്തി സമ്പൂർണമായിട്ടൊന്ന് സമർപ്പിച്ച് പുതിയ സൃഷ്ടികളായി തിരുപ്പിറവി കൊണ്ടാടി പുതുവത്സരങ്ങളിലേക്ക് പ്രവേശിക്കാം, ഒരു പുതിയ വത്സരത്തിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നമ്മെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് നമ്മളെ ഇത്രത്തോളം ദൈവം ഉയർത്തിയത്. ഈ നിമിഷം വരെയും ദൈവം നടത്തി, നാളെ ഇതുവരെയും നമ്മളെ നടത്തി. ആ ദൈവത്തിന് ആയിരം കൊടാനുകൂടി സ്തോത്രം നമുക്ക് അർപ്പിക്കാം. ഈ ക്രിസ്മസും നമുക്ക് മുന്നേ ഒരു നവവത്സരം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ നവവത്സരവും ദൈവം നമുക്ക് തരുന്ന നല്ല ദാനങ്ങളാണ്. കർത്താവിന്റെ വീണ്ടും വരവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ ക്രിസ്മസും പുതുവത്സരവും നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മിൽ അനുഭവമാകുന്നത്. നമുക്കറിയാം, നാളെ എന്നുള്ള ദിവസങ്ങളൊക്കെ പല സാധ്യതകൾ നിറഞ്ഞ ദിവസങ്ങളാണ്. നാം കാണാനിരിക്കുന്ന പുതിയ ജീവിത അനുഭവങ്ങളാണ് അതിൽ നൽകുന്നത്. ദൈവം നമുക്കായിട്ട് ഒരുക്കി തരുന്ന വർഷം. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നിരാശപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല, ഒരു അവകാശവും നമുക്ക് നിരാശപ്പെടാനില്ല. എല്ലാ വഴികളിലും അവൻ നമ്മോട് കൂടെ തന്നെയുണ്ട്. നമ്മുടെ എല്ലാ വഴികളെയും കർത്താവിനെ ഫലമേൽപ്പിക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 37:5 പറയുന്നത്, നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനെ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. അതുകൊണ്ട് കർത്താവ് നമ്മുടെ കൂടെ വന്ന് പാർക്കാനും നമ്മോട് ഒരുമിച്ച് യാത്ര ചെയ്യുവാനും അവൻ വളരെയേറെ ആഗ്രഹിക്കുന്നു. ആകയാൽ നാം അവനോടുകൂടെ പാർക്കാം, അവനോടുകൂടെ ഒന്നിച്ച് യാത്ര ചെയ്യും. കർത്താവിന്റെ രണ്ടാം വരവിലേക്ക് നാം ഒരുങ്ങണം. പാപിനിയായ സ്ത്രീക്ക് ഒറ്റ നിമിഷം കൊണ്ട് അവൾ തന്നാലാമത് ചെയ്തു. ലോകമൊക്കെയും എന്റെ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തോളമല്ല ഈ കാര്യം പ്രസംഗിക്കും എന്ന് ദൈവം അറിയിച്ചു. കുരിശിൽ വെച്ച കള്ളനെ അപ്പോൾ തന്നെ ദൈവം സ്വീകരിച്ചു. നീ ഇന്ന് എന്നോടുകൂടെ പരദേശിയിരുന്നു. എന്നാൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു അവസരം കിട്ടണമേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. എന്നാൽ എല്ലാവർക്കും അങ്ങനെ ഒരു അവസരം കിട്ടണമെന്നില്ല. എന്നാൽ ദൈവം ഇന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. ഈ ക്രിസ്തുമസ് പുതുവത്സരവും നിങ്ങൾ കൊണ്ടാടുമ്പോൾ എന്റെ രണ്ടാമത്തെ വരവിനായിട്ട് നിങ്ങൾ നോക്കി കാത്തിരുന്ന് പ്രാർത്ഥിച്ചു
പ്രാർത്ഥിച്ച് ഒരുങ്ങണം. ഒറ്റ ദിവസത്തെ ഒരു രാത്രി കൊണ്ടോ ഒരു പകൽ കൊണ്ടോ ഒരുങ്ങി തീർക്കാവുന്നതല്ല. വർഷങ്ങളായിട്ട്, ദിവസങ്ങളായിട്ട്, ആഴ്ചകളായിട്ട്, മാസങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് നാം കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. കർത്താവിന്റെ പുനരാഗമനത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കമാണ്. ഏറെ സമർപ്പണം നമുക്ക് വേണം. അതുപോലെ തിരുവരവിന് താമസം നേരിട്ടാലും നമ്മുടെ കർത്താവ് വരിക തന്നെ ചെയ്യും. വിശുദ്ധിയെ തികച്ചുകൊണ്ടുള്ള ഒരു ഒരുക്കവും സമർപ്പണവും കാത്തിരിപ്പും നമുക്ക് ആവശ്യമാണ്. പാപം പെരുകിയ സ്ഥാനത്താണ് യേശുക്രിസ്തു ഈ ലോകത്ത് താണെ ഇറങ്ങിയത്. ആ ദൈവകൃപയുടെ വിശുദ്ധിയിൽ ക്രിസ്തീയ സഭ ആയിത്തീരുവാൻ വേണ്ടി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണം. നാം പ്രാർത്ഥിച്ച് നാം ഒരുങ്ങണം. നമ്മുടെ കുടുംബത്തെ ഒരുക്കണം, നമ്മുടെ ദേശത്തെ ഒരുക്കണം, നമ്മുടെ ചാർച്ചക്കാരെയും അയൽക്കാരെയും സ്നേഹിതരെയും നാം ഒരുക്കണം. പാപം ചെയ്യാതെ ജീവിക്കണം, പാപം പറ്റാതെ, കളങ്കം പറ്റാതെ ജീവിക്കണം. ഈ ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുവാനായിട്ട് ക്രിസ്തുയേശു നമ്മെ ആഹ്വാനം ചെയ്യും. നമ്മുടെ ഭാഗത്ത് നിന്നും ഒരു ഒരുക്കം അപ്രകാരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതങ്ങളെ ഈ ക്രിസ്മസിലേക്കും പുതുവർഷ പുലരിയിലേക്കും ഇനി വരുവാനുള്ള എല്ലാ നാളുകളിലേക്കും ഇഹലോകത്തിലും പരലോകത്തിലും ഒരുപോലെ ദൈവം നമ്മെ അനുഗ്രഹിച്ച് ഒരുക്കി അവന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു സമൂഹമാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിച്ച് സഹായിക്കും.